സത്യം പറയാൻ ഇന്നത്തെ പിള്ളേരുടെ ഭാഗ്യമാണ് കേട്ടോ. ഞാനൊക്കെ ടീനേജർ ആയിരുന്ന സമയത്ത് ഇതേപോലെ ഒരുപാട് വണ്ടികളൊന്നുമില്ല, അതായത് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഒരു കാറോ ബൈക്കൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിൽ കയറിയിരിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കും അതിൻ്റെ എക്സ്പീരിയൻസ്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ആ ഒരു വണ്ടിയുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷെ എനിക്കറിയാവുന്നു ഒരു ദിവസം എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു സമയമാവുന്നുള്ള ഒരു കാര്യം. അന്ന് നമുക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റില്ല, കാർ ഓടിക്കാൻ പറ്റില്ല, ലൈസൻസ് ഇല്ല, ഇനിയിപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ പരിചയമില്ല. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഞാൻ തന്നെ എന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയായിരുന്നു, അതായത് നിനക്കും ഒരു ദിവസം വരുന്നുള്ള ഒരു കാര്യം. അങ്ങനെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയതും ഇതേപോലെയുള്ള മുതലുകളൊക്കെ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ടായതും. അപ്പം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഡ്രീംസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഒരു ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിങ്ങൾ എത്തും. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും പുതിയ സ്ക്രാം 440. ഈ ഒരു ബൈക്ക് കാണുന്ന സമയത്ത് എനിക്കൊരു സൗത്ത് ഇന്ത്യൻ ആക്ഷൻ കോമഡി ഫിലിം പോലെയാണ് കേട്ടോ ശരിക്കും തോന്നുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാ ബൈക്കുകളും ഭയങ്കര സീരിയസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വണ്ടി മൊത്തത്തിൽ ഒരു ഫൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന പോലെയാണ് കേട്ടോ. സ്പീഡ് ബ്രേക്കറുകളൊക്കെ നല്ല സ്റ്റണ്ട് പോലെ ഹാൻഡിൽ ചെയ്യും. ഇനി ട്രാഫിക് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റും കേട്ടോ. അതായത് ബോറിംഗ് ആയിട്ടുള്ള ഒരു റോഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യില്ല, അതിനൊരു പ്ലേ ഗ്രൗണ്ട് പോലെ ആക്കും. ഡ്രാമ എന്ന് പറയുന്ന ഒരു ഐറ്റ് ഇല്ല കേട്ടോ, പ്യൂർ ആയിട്ടുള്ള ഫണ്ട് മാത്രമാണ് ഈ ഒരു വണ്ടിയുടെ ഭാഗത്ത് നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ. ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല ബൈക്കുകളും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് ശരിക്കും ബിൽഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കൂടെ ഈ ഫണ്ണൊക്കെ ഇഷ്ടപ്പെടുന്നില്ല, അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഭയങ്കരമായിട്ട് ഈ ഒരു ഓഫീസ് സ്ട്രെസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഈ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ പോവാന്നൊക്കെ വിചാരിച്ചിരിക്കണവരില്ലേ, അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ഒരു 440cc എഞ്ചിനാണ് കേട്ടോ ഈ ഒരു വണ്ടിയുടെ ഹൃദയം എന്ന് പറയുന്നത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലോ ആൻഡ് ടോർക്കാണ് ഈ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനൊരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിഗ്നലിലൊക്കെ വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് വണ്ടി എടുത്ത് പോകാനായിട്ട് വരും. ഇനി വീലിന്റെ ഭാഗങ്ങൾ എടുത്ത് നോക്കുന്ന സമയത്ത് 19 ഇഞ്ചിന്റെ ഫ്രണ്ട് വീലും 17 ഇഞ്ചിന്റെ റിയർ വീലാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഡ്യുവൽ പർപ്പസ് ടയേഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സിറ്റിയിലാണെച്ചാലും റഫ് റോഡിലാണെച്ചാലും വേറെ ലെവൽ ഒരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കേട്ടോ. ഇനി റഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടിഭാഗം പറയുന്നുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. ചുരുക്കി പറയാൻ പല സിറ്റുവേഷൻസിൽ നിങ്ങൾ ബ്രേക്ക് പോലും ഉപയോഗിക്കേണ്ട, ജസ്റ്റ് കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകാം. ഇനി അടുത്തതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സീറ്റ് ഹൈറ്റ് ആണ് കേട്ടോ. വെറും 795 mm മാത്രമാണ് ഈ ഒരു വണ്ടിയുടെ സീറ്റ് ഹൈറ്റ്. അതായത് വളരെ ഹൈറ്റ് കുറഞ്ഞവർക്കും ഈസി ആയിട്ട് ഈ ഒരു വണ്ടി ഹാൻഡിൽ ചെയ്യാം. ഇനി വേറൊരു ഹൈലൈറ്റഡ് പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.23 ലക്ഷം മുതൽ 2.30 ലക്ഷം വരെയാണ് കേട്ടോ ഈ ഒരു വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ്. ഈ ഒരു സെഗ്മെന്റിൽ ഈ ഒരു പ്രൈസിന് ഇത്തരത്തിലുള്ള ഒരു വണ്ടി കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊരു കോമ്പറ്റീഷൻ പോലെ തോന്നുന്നില്ല. ലൈഫ് ഫുള്ള് ഒരു പ്ലാനിലല്ലേ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ചിലവർക്ക് ഒരു ഒറ്റ പ്ലാനുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ. അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ശരിക്കും ഈ ഒരു സ്ക്രാം 440. അത്തരത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം റെഡ് ലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പിന്റെ ഒരു വാണിംഗ് അല്ല കേട്ടോ, അത് റിസെറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ആയിട്ടാണ് അവർ കാണുന്നത്. അവർ റോഡിനെ കമ്മ്യൂണിറ്റിന് പകരം പ്ലേ ഗ്രൗണ്ട് ആയിട്ടാണ് ശരിക്കും കാണുന്നത്. റൈഡൊക്കെ പോകുന്ന സമയത്ത് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അവരുടെ റൈഡിന്റെ ഒരു ബ്രേക്ക് മാത്രമായിട്ടാണ് അവർ അതിനെ കാണുന്നത്. അപ്പോൾ ഡെയിലി റൂട്ടീൻ അല്ലെങ്കിൽ ഈ ഒരു ലൂപ്പിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു ബ്രേക്ക് വേണം, അതേപോലെ തന്നെ എവിടെയെങ്കിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് നല്ല ഫണ്ണായിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു മുതലാണ് കേട്ടോ ഈ ഒരു സ്ക്രാം 440 എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വാങ്ങാം. ഇത് ജസ്റ്റ് ഒരു മെഷീൻ മാത്രമല്ല, ഒരു തരത്തിലുള്ള ഒരു വികാരം തന്നെ വേണമെങ്കിൽ പറയാം. ഞാൻ ഹൈവേന്ന് നൈസായിട്ട് ഒരു ഷോർട്ട് കട്ടിലേക്ക് എടുക്കാൻ വേണ്ടി പോവാണ്. ഇത് ഇനി വല്ല ഡെഡ് എൻഡിലേക്കുള്ള തിരിവാണോന്നൊന്നും അറിയില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഫൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പോവാണ്. ഓക്കെ, ബൈ.